പാലക്കാട്ടെ കൊട്ടിക്കലാശത്തിന്റെ ദിനത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡി ഉപയോഗിച്ചുവെന്ന കേസിൽ നിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് എന്നതാണ്. ലാപ്ടോപ്പിൽ വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ചു എന്ന് വ്യക്തമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഐഡി കാർഡുകൾ ഡൗൺലോഡ് ചെയ്തു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്. അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, വലിയ വിവാദമായ വാർത്തയായിരുന്നു. മാത്രവുമല്ല, ഇങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന വിമർശനം നിലനിൽക്കുന്നു. അതേ രാഹുൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥി. ഇപ്പോഴിതാ ലാപ്ടോപ്പിൽ നിന്നുള്ള കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ ഏത് തരത്തിലുള്ള കൃത്രിമം നടന്നു എന്ന നിഗമനത്തിലേക്ക് എത്താവുന്ന തെളിവുകളായി ഇതിനെ വിലയിരുത്താൻ സാധിക്കും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡി ഉപയോഗിച്ചു എന്ന കേസിൽ ആണ് നിർണായകമായ തെളിവുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഡാൻ, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. രാഹുൽ നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന തെളിവുകൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നതെന്ന് വേണം പറയാൻ. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് 4 പേരുമായിരുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്ന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പിടിച്ചെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി ഒരു ലാപ്ടോപ്പും ഈ പിടിച്ചെടുത്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പിൽ നിന്നാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ വ്യാജ ഐഡി കാർഡ് നിർമ്മിച്ചു ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഐഡി കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. അതിനുശേഷം ഈ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്തു. പിന്നീട് വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇത് രജിസ്റ്റർ ചെയ്തു. ഈ തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ. ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലവിലെ കണ്ടെത്തൽ. വോട്ടിങ്ങിന് ശേഷം 67,158 അപേക്ഷകരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ഇതിൽ വ്യക്തമാക്കുന്നു. കാണക്കാരി പഞ്ചായത്തിലെ 27 പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മലപ്പുറത്തെ 7 പേരുടെ പേരിലും വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് ഇതുമായി ബന്ധപ്പെട്ട വാറണ്ട് അയച്ചിരിക്കുന്നു എന്ന വിവരവും കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്ന്, അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്നാണ് വാറണ്ട് അയച്ചിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്ത 4 കേസുകളും ക്രൈംബ്രാഞ്ചിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ സെൻട്രൽ യൂണിറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ ഛത്തീസ്ഗഡിലെ ലാബിലേക്ക് വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്തായാലും നിർണായകമായ ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ കണ്ടെത്തലുകൾക്കപ്പുറത്ത് ഡാൻ, ഇന്നിപ്പോൾ പാലക്കാട്ടെ കൊട്ടിക്കലാശം ആണ് ഈ ആരോപണം നേരിടുന്ന, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള വ്യാജ ഐഡി കാർഡുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വോട്ടെടുപ്പിലാണ് എന്നത് ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയുമാണ്. പാലക്കാട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഇത്തരം ചില ആരോപണങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ വിഷയങ്ങൾ പലതാണ്. ഓരോ ദിവസവും പാലക്കാട് വിഷയങ്ങൾ മാറിമറിഞ്ഞ പശ്ചാത്തലമുണ്ടാകുന്നു. ഒരു പക്ഷേ ഈ അവസാന മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലടക്കം ഈ വിഷയം കൂടുതൽ ആളിക്കത്തുവാനുള്ള സാധ്യതയില്ലേ? അഭിലാഷ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി, മൊഴിയെടുക്കുന്നതിന് വേണ്ടി മ്യൂസിയം പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷം വ്യാപകമായ അന്വേഷണമാണ് ഈ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വിഷയത്തിൽ ഇടപെടുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗൗരവതരമായ വിഷയമാണ് നടന്നത്. ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് ഉണ്ടായത് എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ തുടർന്നുള്ള അന്വേഷണത്തിൽ മെല്ലെപ്പോക്കാണ് ഉണ്ടായത്. അത് ചില ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് BJP നേതൃത്വമാണ് രംഗത്തെത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പ്രചാരം അവര് വ്യാപകമായി തന്നെ പാലക്കാടും മറ്റ് സ്ഥലങ്ങളിലും വ്യാപകമായി CPM-ഉം UDF-ഉം തമ്മിലുള്ള ബാന്ധവത്തിന്റെ തെളിവാണ്
ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയ നീക്കമെന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഒരു ആരോപണം മാത്രമായി നിന്നിരുന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അഭിജിത് സിംഗിന്, ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് വാറണ്ട് അയച്ചിരിക്കുന്നു വിശദാംശങ്ങൾ നൽകാതിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ. എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് ഈ ശാസ്ത്രീയമായ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും തുടരന്വേഷണം നടക്കുക. പക്ഷേ ഈ ഘട്ടത്തിൽ ഇതിനോട് എങ്ങനെയായിരിക്കും ഈ ആരോപണ വിധേയരായിട്ടുള്ളവർ പ്രതികരിക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യെസ്, അതാണ്. എന്തായാലും ഈ ആരോപണം ഉന്നയിച്ച് പരാതിയായി മുന്നിൽ നിൽക്കുമ്പോഴും പോലീസ് അന്വേഷണം ആരംഭിച്ച ശേഷവുമൊക്കെ എന്ത് തെളിവുകളാണ് വ്യാജ ID നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് എന്ന ചോദ്യം ആയിരുന്നു കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന്, യൂത്ത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നത്. അതിന് ഇനി എന്ത് പ്രതിരോധം തീർക്കും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും എന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാം. ഇനി ഇന്നത്തെ